ഈ രാജ്യാന്തര രാഷ്ട്രീയത്തിൽ എണ്ണയ്ക്ക് വലിയ റോളുണ്ട്. അതുതന്നെയാണ് ഇപ്പം ഒരു ആരോപണം അമേരിക്കയിൽ നിന്ന് വരുന്നു. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ സ്പോൺസറായി ഇന്ത്യ മാറിയെന്ന ഗുരുതര ആരോപണവുമായി വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റീഫൻ മില്ലർ വന്നിരിക്കുന്നു. എണ്ണ വിൽപ്പനയിലൂടെ ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന പണം യുക്രൈൻ യുദ്ധത്തിനായി റഷ്യ ഉപയോഗിക്കുന്നു എന്നാണ് സ്റ്റീഫൻ മില്ലറിൻ്റെ ആരോപണം. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് മധു. ഈ കുറച്ചു കാലമായി ഇന്ത്യ കുറേ ആരോപണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നമ്മുടെ ദേശീയ താല്പര്യത്തിന് ഗുണകരമാണെങ്കിലും അമേരിക്കയ്ക്ക് അത് അലോസരമാകുന്നു. അത്ഭുതമില്ല, പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഫോക്സ് ന്യൂസിന്റെ സൺഡേ മോർണിംഗ് ഷോയിലാണ് ഈ റഷ്യയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് സ്റ്റീഫൻ മില്ലർ മറുപടി നൽകിയത്. അപ്പോഴാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വളരെ വിശ്വസ്തനും അതുപോലെ വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി ചീഫും ഒക്കെയാണ് സ്റ്റീഫൻ മില്ലർ ഇന്ത്യക്കെതിരെ ഇത്തരം ഒരു ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. യുക്രൈനെതിരെയുള്ള റഷ്യയുടെ യുദ്ധത്തിന് സാമ്പത്തിക പിന്തുണ ഇന്ത്യ നൽകുകയാണെന്നാണ് മില്ലർ പറയുന്നത്. റഷ്യൻ എണ്ണ വലിയ തോതിൽ ഇന്ത്യ വാങ്ങുന്നത് വഴി റഷ്യക്ക് ധാരാളം പണം ലഭിക്കുന്നു. അമേരിക്ക ധാരാളം ഉപരോധങ്ങൾ റഷ്യക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇത്തരം പണം ലഭിക്കുന്നതൊക്കെ റഷ്യക്ക് വളരെ സഹായകരമാകുന്നു. ഈ പണമെല്ലാം യുക്രൈൻ യുദ്ധത്തിനായിട്ട് പുടിൻ ഉപയോഗിക്കുകയാണ്. ഇത് തന്നെയാണ് നേരത്തെ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയോട് പറയാൻ ശ്രമിച്ചതെന്നും സ്റ്റീഫൻ പറഞ്ഞു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിലൂടെ അടിസ്ഥാനപരമായി ഇന്ത്യയും ചൈനയും ഒന്നിക്കുകയാണെന്ന് ആണ് മില്ലർ പറയുന്നത്. അത് മാത്രമല്ല, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഉയർന്ന തീരുവ ചുമത്തുന്നതും ഈ കുടിയേറ്റ നയം, അമേരിക്കയുടെ കുടിയേറ്റ നയത്തിൽ ഇന്ത്യ ചീറ്റിംഗ് നടത്തുന്നു എന്നുള്ള വാക്ക് തന്നെയാണ് സ്റ്റീഫൻ മില്ലർ ഈ അഭിമുഖത്തിൽ ഉപയോഗിച്ചത്. എന്നാൽ ഈ ഷോയുടെ ഒരു ഘട്ടത്തിൽ ട്രംപിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള ഒരു ബന്ധം വളരെ അതിശയകരമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മില്ലർ തന്റെ വിമർശനത്തെ മയപ്പെടുത്തുവാൻ ഒരു ശ്രമമൊക്കെ നടത്തി. SKN, ഇൻഡോ പസഫിക് മേഖലയിൽ വലിയ തോതിൽ ഇന്ത്യയുമായി അമേരിക്ക സഹകരിക്കുമ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വിമർശനം ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് വരുന്നത്. ഇത് സംബന്ധിച്ച് വാഷിംഗ്ടണിലെയോ ന്യൂയോർക്കിലെയോ ഇന്ത്യൻ എംബസി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഇന്ത്യ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ റോയിട്ടേഴ്സ് ഇത് കൊണ്ടുവന്നു. അപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള പ്രതികരണം വരുന്നത് റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് തുടരുക തന്നെ ചെയ്യുമെന്നാണ് ഇന്ത്യ പറയുന്നത്. SKN. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. ഇന്ത്യക്ക് കുറച്ചുകൂടി വില കുറച്ച് എണ്ണ വാങ്ങാൻ കഴിയുമെങ്കിൽ അത് റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങും. അതിന് അമേരിക്ക അന്തം വിട്ടുപോയിട്ട് കാര്യമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.